I think വേടൻ ഡെഫിനറ്റ്ലി വേടന്റെ പാട്ട് കേൾക്കാത്ത ആരുമില്ല. പക്ഷെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ ഒരു സിനിമ, അതും ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ കേരളത്തിലെ തന്നെ ഹയസ്റ്റ് ഗ്രോസിംഗ് മലയാളം ഫിലിം, ഇത്രയും വലിയൊരു സിനിമയിൽ ഇത്രയും പോപ്പുലർ ആയ ഒരു പാട്ട് വേടന്റെ സ്വന്തമാണ്. ഇപ്പൊ എവിടെ പോയാലും ഇതാണോ പുറകെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്, അതോ ആ ഒരു വർഷം കഴിഞ്ഞത് അത് കുറഞ്ഞോ? കുറച്ച് ഇല്ല, ചേച്ചിന്റെ പൊന്നിച്ച് ഒരു കുറവില്ല. എവിടെ പോയാലും കുതന്ത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, സ്പെഷ്യൽ താങ്ക്സ് ടു ചിദംബരം ചേട്ടൻ ആൻഡ് മഞ്ഞുമൽ ബോയ്സ് ഗ്രൂപ്പ്. എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നെ വിശ്വസിച്ച് പാട്ട് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതിന്. പിന്നെ സുഷിൻ ചേട്ടൻ വന്നിട്ടില്ല. എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ മഞ്ഞുമൽ ബോയ്സ് കാരണം ജീവിതം മാറിയ ഒരാളിലുള്ള ആൾ തന്നെയാണ് ഞാനും. എനിക്കും എൻ്റെ ഒരു ഗ്രാഫ് ഒരുപാട് മേളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ട്രാക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചിദംബരം ചേട്ടൻ. താങ്ക് യു സോ മച്ച്. കുറച്ച് ചെറുപ്പക്കാരുടെ ഒരു കഥ എത്രയും അധികം ആൾക്കാരുടെ ജീവിതം വലിയ രീതിയിൽ മാറ്റം എന്ന് പറയുന്നതാണ് ദ മാജിക് ഓഫ് സിനിമ, ഐ തിങ്ക്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി ആർ സെലിബ്രേറ്റിംഗ്. സിനിമ എന്ന് പറയുന്നത് നമ്മളുടെ ഇറ്റ്സ് സച്ച് എ ബിഗ് പാർട്ട് ഓഫ് ഓൾ ഓഫ് us. നമ്മൾ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ചെയ്താലും മാസ് സിനിമയിൽ വരുന്ന ഒരു സംഗീതത്തിന്റെ ഒരു റീച്ചിന്റെ ഒരു പവർ ഐ തിങ്ക് വേടനെ ഡയറക്ട്ലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, അല്ലേ? നിരവധി പാട്ട് പാടിയിട്ടുണ്ടെങ്കിലും ഇറ്റ്സ് സോ ഡിഫറെന്റ്. സിനിമയിൽ ഹിറ്റായാൽ അത് കേൾക്കുന്ന ഒരു അക്സെപ്റ്റൻസ് വേറെയാണ്. അപ്പം എനിക്കറിയാം ഇത് വന്ന നാൾ മുതൽ ഇത് തന്നെയാണ് നിന്റെ പുറകെ, എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിന്റെ സക്സസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞാനൊരു സഹായം ചെയ്തു തരാം. ഇതിന്റെ ആൾക്കാരെ ഞാൻ വിളിച്ചു തരാം, അല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ തുള്ളണ്ട. നമുക്ക് മഞ്ഞുമൽ ബോയ്സ് ഒറിജിനലിനെയും വിളിക്കാം. മഞ്ഞുമൽ ബോയ്സ് ഒറിജിനലിനെയും വേണം, മഞ്ഞുമൽ ബോയ്സ് വേണ്ട. ഞാൻ കുറെ നിന്നതല്ലേ, ചേച്ചി വന്നിരിക്കട്ടെ, നീ വാ. നമ്മൾക്ക് പുതിയ ആൾക്കാരും വാ. പുതിയല്ല, ഒറിജിനൽ